ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വെള്ളരിക്ക കൊണ്ടാണ് കേട്ടോ വന്നിരിക്കണത്. അപ്പോൾ നമ്മളിന്ന് വെള്ളരിക്ക കൊണ്ട് ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാ ഉണ്ടാക്കണേക്കാട്ടിൽ ഒരു ചേരുവ അതിൽ കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഭയങ്കര ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കഷ്ണം വെള്ളരിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പണിക്കാരുണ്ട്, അതുകൊണ്ടാണ് ഈ 1.5 കഷ്ണം എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു 1/2 കഷ്ണം കൊണ്ട് തന്നെ നമുക്ക് കറി വെച്ചാൽ ബാക്കി കേട്ടോ തേങ്ങയൊക്കെ അരച്ച് വരുമ്പോഴത്തേന്. അപ്പോൾ എന്ത് നമുക്ക് ചെറുതാക്കി ചേർത്തണം കേട്ടോ, കട്ടില്ലാതെയാണ് നമുക്കിത് അരിയേണ്ടത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ കേട്ടോ. വലുതായി അരിഞ്ഞാൽ ഇത് കാണാനൊരു ഭംഗിയും കുറവേക്കാറ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് കാണാനും ഭംഗിയുണ്ടാവും, നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കട്ടില്ലാതെയാണ് ഈ കറി ഉണ്ടാക്കുമ്പോൾ അരിയൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മളിത് മൊത്തം അരിഞ്ഞ് കഴിഞ്ഞേക്കണം കേട്ടോ. ഇനി ഞാനത് ഉണ്ടാക്കാനും വേണ്ടി ഒരു മൺചട്ടിയാണ് ഇട്ട് എടുത്തേക്കണേ. അപ്പം നമ്മൾ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ വെച്ചാലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിങ്ങനത്തെ കറികളൊക്കെ ഇതുപോലെ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലിയ ചട്ടിയിലാട്ടോ, കുറച്ച് കുണ്ടുള്ള ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി വേണ്ടത് ഒരു 1/2 കഷ്ണം സവാളയാണ് കേട്ടോ, വലിയ ഉള്ളി. അപ്പം ഇത് കൂട്ടിയാൽ ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ 3 പച്ചമുളക് 2 തക്കാളിയാണ് കേട്ടോ ഇതിൽ ചേർക്കണത്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു വെള്ളരിയാണ് എടുക്കുന്നതുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളിയോ അല്ലെങ്കിൽ ഒരു തക്കാളി തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ 1.5 കഷ്ണം ഉള്ളതുകൊണ്ടാണ് 2 തക്കാളി എടുത്തിരിക്കുന്നത് കേട്ടോ. മുളക് പിന്നെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഒരു 3 മുളക് ചേർത്ത് വിചാരിച്ച് കൂടുമൊന്നുമില്ല, നമുക്കൊരു പാകത്തിനുള്ള എരിവ് കിട്ടും കേട്ടോ. കുറച്ച് മുളക് പൊടി നമുക്കതിൽ ചേർക്കും. അപ്പോൾ നമ്മളെന്തായാലും അതൊക്കെ മൊത്തത്തിൽ അരിഞ്ഞെടുത്തേക്കണേ ഉള്ളിയൊക്കെ. ഇനി നമുക്ക് അതെല്ലാം അയക്കൊന്ന് ഇട്ട് കൊടുക്കുക, ഈ അരിഞ്ഞ് വെച്ചതൊക്കെ. ഇനി അയക്ക് ഒരു 1.25 ടീസ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് മഞ്ഞൾപ്പൊടി ഇട്ടേക്കണത്. ഇനി നമുക്ക് ഇതിക്ക് വേണ്ട മുളക് പൊടിയാണ്. അപ്പം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തേക്കണം. പിന്നെ നമ്മളേക്ക് പച്ചമുളകും ചേർത്തുക്കണമല്ലോ, അപ്പോൾ അത് അത്രയും മതി. ഇനി നമ്മളേക്ക് ഒരാവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, നല്ലോണം വെള്ളമായി നമുക്ക് വെന്ത് കിട്ടാൻ പണിയാണ്. അപ്പോൾ നമ്മളൊരു പാകത്തിനുള്ള അതിൻ്റെ അതേ ലെവലിൽ നിൽക്കണം അത്ര വെള്ളം മതി കേട്ടോ. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് നമുക്ക് ഇതിക്ക് ഒരു അത്യാവശ്യം വേണം, കാരണം ഇത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെക്കണ കറിയാണ്. നമുക്ക് ഈ ഒരു ലെവലിലാണ് കേട്ടോ വെള്ളം വേണ്ടത്, എന്നാൽ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെക്കാം. അപ്പം ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് വെച്ചിരിക്കണത്. ഇനി നമുക്കിത് മൂടി വെച്ചുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് എന്തായി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെന്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടി മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു അത്യാവശ്യം കഴിക്കണം, എന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടണം. അത് വേവുമ്പോഴത്തേന് നമുക്ക് ഒരു വലിയ നാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള പുളി എടുത്തുകൊണ്ട് കേക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങയാണ് കേട്ടോ. ഒരു തേങ്ങ മൊത്തത്തിൽ ഞാൻ ചിരകി എടുത്തേക്കണേ. അപ്പോൾ അതിക്ക് നമുക്ക് ഒരു 4 ചുവന്നുള്ളി ഒരു 4 വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അത് കൂടുതൽ തേങ്ങ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ. വെളുത്തുള്ളി ഞാനിങ്ങനെ കഷ്ണം മുറിച്ച് കണ്ടാണ് പെട്ടെന്ന് തൊലിച്ചെടുക്കാനും വേണ്ടിയിട്ടോ. കുറച്ച് കറിവേപ്പില ഞാൻ അതിൽ തന്നെ ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ആ തേങ്ങക്കും കിട്ടും കേട്ടോ. നമ്മൾ തേങ്ങ അരക്കുമ്പോൾ വെള്ളം കുറച്ചാണ് കേട്ടോ ഒഴിക്കേണ്ടത്. കുറച്ച് ഒഴിച്ചാൽ പെട്ടെന്ന് അരഞ്ഞും കിട്ടും. പിന്നെ നമ്മൾ കറിക്കും ഒരു ലൂസൊന്നും ആവില്ല, അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഇരിക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. അപ്പം ഞാനിത് നല്ലോണം അരച്ചെടുത്തുക്കണം, നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ കുറച്ച് വെള്ളം ചേർത്താൽ. ഇനി നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വെന്തിക്കണം കേട്ടോ, നല്ലോണം വെന്തിക്കണം, അത്യാവശ്യമൊന്നുമല്ല. പിന്നെ നമ്മളിത് ഉടക്കൊന്നുമില്ല കേട്ടോ, ഇതിങ്ങനെ കഷ്ണങ്ങളായി കാണാൻ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ആ കേക്ക് വെള്ളത്തിലിട്ട് വെച്ചില്ലേ, ആ പുളി ഒന്ന് പിഴിഞ്ഞാണ്ട് നമുക്കത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി നമ്മൾ കേക്കിക്കാണ്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഓലൊക്കെ എവിടെ വെച്ച് കണ്ട് ഉണക്കിയെടുക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഞാനെന്തായാലും ആ പുളി വെള്ളം ആയിക്ക് ഒഴിച്ച് കൊടുത്തേക്കണേ. കുടംപുളി ആ പുളിയാണെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് കുറച്ച് മുന്നേ ഇട്ട് വെക്കണം എന്നുള്ളൂ. നമുക്ക് അതിക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കുക തേങ്ങൻ്റെ.
വലിയ ജീരകം ഉണ്ടെങ്കിൽ അതിൽ കൂട്ടത്തിൽ അരച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് പൊടിയാണ്, അപ്പോൾ ഞാനത് പൊടി ഇതിലിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ അരക്കുമ്പോൾ തന്നെ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ, പെരുംജീരകം. അപ്പം നമ്മൾ കറി കണ്ടില്ല, നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ മിക്സിയൊക്കെ ഒന്ന് ചുഴറ്റിക്കാണ്ട് ഒന്ന് ഒഴിച്ചും കൊടുക്കാം. ഇപ്പം നല്ലൊരു കളറ് കിട്ടിക്കണേ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഒഴിച്ചുകൊണ്ട് നല്ലോണം തിളക്കണ്ട, നമുക്ക് അത്യാവശ്യം നല്ല തള വരുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു കട്ടിയിൽ വരും. ഇപ്പം നമ്മളിത് നല്ല തള വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ മൺചട്ടീൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത്. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ നമുക്ക് കട്ടി കൂടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം ഞാനെന്തായാലും ആ അടുപ്പിൽ തന്നെ ഇതൊന്ന് വറവിടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു പാന് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അടുപ്പത്താണ് ഈ പാന് വെക്കണത്, നമ്മളെ പഴയ പാനാണ് ഇട്ടത്. ഞാൻ അടുപ്പത്തൊക്കെ വെക്കലുണ്ട്, തീ ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ വെക്കും കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമില്ല, പിന്നെ നമുക്ക് ഗ്യാസ് മേലും വെക്കാം. ഇതെല്ലായിടത്തും കൂടി ഉപയോഗിക്കുന്ന ഒരു പാനാണ്. ഇപ്പോൾ പുതിയത് വേറെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, മറ്റേതുകൊണ്ട് പഴയതാക്കി എല്ലാത്തിനും കൊണ്ട് എടുക്കും. അതുപോലെ ഞാനും എടുത്തത് തന്നെയാണ്. അപ്പം ഞാനതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണേ, ഞാനൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കറി ഉണ്ടല്ലോ, അതുകൊണ്ടാണ്, നല്ലോണം ഉണ്ട് കറി. അപ്പോൾ അതിക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾ കുറച്ച് കറിയാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇത് നല്ലോണം ചൂടായി വന്നിരിക്കണം. അപ്പോൾ ഞാൻ അതിക്ക് 1.5 ടേബിൾ സ്പൂണ് കടുകാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണത്. അപ്പോൾ അത് നല്ലോണം നിറച്ചൊന്നുമില്ല, അത് വടിച്ചെടുത്ത് കണ്ടാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ നമുക്ക് ആ കറിക്ക് ആവശ്യത്തിനുള്ളതാണ്. കടുക് പൊട്ടിത്തിരുമ്പോൾ നമുക്കൊരു 3 വറ്റൽമുളക് ഇങ്ങനെ കഷ്ണം മുറിച്ചിക്കാണ്ട് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നമുക്ക് കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അത്. പിന്നെ ഞാനതിലേക്ക് കറിവേപ്പില ഇട്ടിങ്ങനെ ഇനി നമുക്കത് കറിക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ കാണുന്നില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എന്തൊരു ഭംഗി അറിയും കാണാൻ. പഴയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ കറി. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.